ഞാനിപ്പോൾ ലുലുവിലോട്ട് പോകാൻ പോവാണ്. ഇത് റെന ഉണ്ട് അവിടെ. റെനൻ്റെ വീട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊന്ന് മീറ്റ് ചെയ്യണം. പിന്നെ അവർക്ക് ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങണം. നമുക്ക് അറിഞ്ഞൂടാ, അവളപ്പുറത്തുണ്ട്. അപ്പോൾ അത് വാങ്ങണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വ്ളോഗാണ് കേട്ടോ ഇത്. നമുക്ക് ജസ്റ്റ് ഇത് ബർത്ത്ഡേയുടെ ട്രയൽ നോക്കാൻ പോകുന്നത്. അങ്ങനത്തെ ഇവിടെ ഇത് ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ സംഗതി മെയിനായിട്ട് ഇതാണ്. അപ്പോൾ നോക്കാതെ അങ്ങനെ ടേൺ ഔട്ട് ആവുമെന്ന് ഞാൻ പറയലുണ്ടല്ലോ. ഞാൻ എന്ത് സർപ്രൈസ് ഇതാക്കിയാൽ അവൾ കണ്ടുപിടിക്കും. അവൾക്ക് മനസ്സിലാവും ഇതാ സംഗതി ഇങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഇപ്രാവശ്യം മനസ്സിലാവില്ലെന്നൊന്നും അറിയത്തില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് ട്രൈ കൊടുക്കാൻ അല്ലെങ്കിൽ എഫേർട്ട് ഇടാതിരിക്കാൻ പറ്റത്തില്ല. അവളെ കൊണ്ടുപോകണോ, അവളെ കാണിച്ച് വാങ്ങണമെന്നൊരു ഇതും ഉണ്ടായിരുന്നു. പക്ഷേ അവൾ വിചാരിച്ച് വേണ്ട, അപ്പോൾ കാണട്ടെ ഞാൻ ചൂസ് ചെയ്യണത് അവൾ ഇടട്ടെ, അങ്ങനെ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ആളിതപ്പുറത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ റെഡി ആയതിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ്. അവൾക്കിപ്പോൾ ഡ്രസ്സൊന്നും പറ്റുന്നില്ല. ലൈക്ക് ഡ്രസ്സൊക്കെ ഭയങ്കര ഡൗട്ട്ഫുള്ളൊക്കെയാണ്. അപ്പോൾ ഇത് മതിയോ എന്നൊക്കെ ഇതാ ഇപ്പോൾ വന്നിട്ട് ഇപ്പോഴത്തെ കോലം ഇതാണ്. എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവുക. ഞാൻ എന്തിടും എന്താണെങ്കിലും എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട. ഇവിടെ ഭയങ്കര ചൊറിബ്രിറ്റിയാണ് ഗായ്സ്. ഭയങ്കര ചൊറിബ്രിറ്റി ആയിട്ടുണ്ട്. ചൊറിബ്രിറ്റി ആയാലൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മള് ഡ്രസ്സൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ലാവിഷായിട്ട് കുറച്ച് വേണ്ടി വരും. ഇപ്പൊ കണ്ട മൈക്ക് പോലും കയ്യിൽ പിടിക്കാനുള്ള ഇതില്ല, അതുവരെ പിടിച്ചു കൊടുക്കണം. ഞാനിപ്പോ ഇവളുടെ PA ആണോ അതോ ഇവളുടെ പാർട്ട്ണർ ആണോ എന്ന് എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ട്. ഇനി പോസ്റ്റ് ബിഗ് ബോസ് എഫക്ട്സ് ആണോ എന്ന് അറിയത്തില്ല. ഭയങ്കര പ്രാന്തി ബിഹേവിയർ അന്നല്ല, ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ്. ഐ ആം എക്സൈറ്റഡ് ആസ് വെൽ. നാളെയാണ് ബർത്ത്ഡേ. അപ്പോൾ ഫോട്ടോ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഇതാക്കുന്നത്. കുറച്ച് പേരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും എത്തോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ നമ്മളിടും ആൾക്കാരെ വെച്ചിട്ട് നമ്മള് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യും. പാർട്ടി സാധനോട്ടാ. കാരണം ഈ ഒരു ടൈമിൽ എല്ലാവരും നല്ല തിരക്കിലായിരിക്കും. ഇറങ്ങാൻ പാടാണ് ഇപ്പൊ എന്റെ ബർത്ത്ഡേ. വരുന്ന ആൾക്കാർ, അതായത് തിരക്കിലൊന്നും ഓവർ പെടാത്ത ആൾക്കാര്, തിരക്കില്ലാത്ത ആൾക്കാരൊന്നുമല്ല, തിരക്കുള്ള ആൾക്കാർ എഫേർട്ട് ഇട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞ് ഇതാക്കൊന്നും വേണ്ട. നല്ല തിരക്കുള്ള ആൾക്കാരും ഇവർക്ക് തിരക്കില്ല പണിയില്ല എന്ന് വെച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് പണിയില്ലാന്ന് ആക്കരുതല്ലോ. അപ്പോ നമുക്ക് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരും ഉണ്ട്, അല്ലാതെ തിരക്കിന്റെ മാറ്റർ മാത്രമല്ല. ആണോ? അതെ അത് ഞാൻ സമ്മതിച്ചില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായാലും നിങ്ങൾക്ക് എന്തോ തകരാറുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഒരു ഡ്രസ്സ് ട്രയൽ ചെയ്യാം. അസേറ ബ്രൈഡൽ റെന്റൽസിലാണ് നമ്മൾ ഡ്രസ്സ് ട്രയൽ ചെയ്യാൻ പോകുന്നത്. ഇവക്കൊരു കിടക്കാച്ച സാധനം ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇവള് കണ്ടിട്ടില്ല എന്ന സംഗതി. ഇത് എനിവേ പോയിട്ട് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ പാത്തുമാരുടെ ഡ്രസ് ഇതാണ് ഗൈസ്. ഫുള്ള് കാണിച്ചതാ. ഇത് മറ്റേ ഓഫ് ഷോൾഡർ ആണോ? അത് ഓഫ് ഷോൾഡർ അല്ല, സ്ലീവ് ഉണ്ടെന്നാ. അതാദ്യം ഇട്ട് നോക്കുമ്പോ മനസ്സിലാവും. നമുക്ക് ഡ്രസ് ഇട്ട് നോക്കാം. ഇതാണ് ഇവിടുത്തെ കോലം. ഇവർ രണ്ടുപേരും പെട്ട്. പിന്നെ റസ്മിനും ഉണ്ട്, റസ്മിനും പെട്ട്. ദൈവനും വീഡിയോ എടുക്കുന്നുണ്ട്. ആരുടെ കറച്ചിൽ മെഷീൻ ആരാ? നമ്മുടെ റെനക്കുട്ടി ഒരു നിക്കറും കളസവും കൊടുത്തിരിക്കുന്നു. ഒരു നാളുണ്ടാവില്ല. അപ്പൊ ഇപ്പോഴേ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ തന്നിട്ട് പോവുക. അത് പിന്നീടാ. നീ പിന്നിക്ക് കൊടുത്താ?
ഫാത്തിമിനെ കൂട്ടിട്ടേ നമ്മളെ കൂടെ പോട്ടോ ഉണ്ട് നീ പോടാ ഇന്നെ അയക്കണം ഞാൻ നാട്ടിട്ടാ അവള് പോയി കണ്ണൊക്കെ ചോല പിന്നെ പോയി അത് ആൾക്കാരുടെ ആളേനും നൂറയ്ക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങണം. ചെയിന ഞാൻ നോക്കുന്നത് നോക്കുക. നമ്മള് ഏതെടുത്തത്? നമ്മള് ഇതെടുത്തു. ഫൈനലി ഇതാണ് ചൂസ് ചെയ്തത്. അതിന്റെ ഇടക്ക് വേറെ ഒന്നും എടുത്ത് കൂടെ വന്ന് ഇവര് ഫ്രീ തരൂല, എന്നാലും നമ്മുടെ കൂടെ വരാൻ നോക്കി. അത് ബിഗ് ബോസ് എന്ന് ഇറങ്ങിയ ഒരു ഹാങ് ഓവർ അത്ര തന്നെ ഉള്ളൂ. അപ്പൊ നമ്മള് ഇതെടുത്തേക്കുന്നത്. ഇത് എങ്ങനെയുണ്ടെന്ന് പറയട്ടോ. നീയല്ല ഇത് അവർക്ക് തന്നെ നമ്മൾ കൊടുക്കാല്ലേ. നമ്മൾ വെച്ചൊരു മീനിന്റെ പൈസ നമ്മൾ വേറെ കൊടുക്കേണ്ടി വരുന്നത് കേടാക്കിയതിന്. ഇത് എടുക്കാട്ടോ. നമ്മൾ റിബൺ ചൂസ് ചെയ്തിട്ടോ. വൈറ്റും പിങ്കും ആണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ ഇങ്ങനെ പാക്കിംഗ് ഇല്ലേ? ഇവിടെ ഇങ്ങനെ പാക്കിംഗ് ഇല്ല കേട്ടോ. ആരും പ്രതീക്ഷിക്കരുത്. കമന്റ് എന്താണെന്നറിയാലോ, അതിലൊന്നും നൂറനെയും കാണാൻ വേണ്ടി മാത്രം വന്ന ഞങ്ങൾ. സത്യോ? അതുകൊണ്ടല്ലേ ഞങ്ങൾ 8 വയസ്സുണ്ടാക്കുന്നത്. നമ്മള് നേരെ ഇപ്പൊ മേലോട്ട് പോവാണ്. ഇവളുടെ ഉമ്മ ടെററായിട്ടുണ്ട്. ഇത് ആ പച്ചന്റെ അടുത്തുള്ള കുഴപ്പമില്ല, എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. അപ്പൊ നമ്മള് സാധനം കാണിച്ചെടുത്തേ. നീ നമ്മള് വാങ്ങിയ നമ്മള് എന്റെ കൂടി വക കണ്ടത്. അവളൊരു പള്ളിക്കളസം കൊടുത്തത് നിങ്ങൾ നേരത്തെ കണ്ട്. അതാണ് നന്ദില്ലാത്തോള. അവൾക്ക് നന്ദി പോലെ. എനിക്ക് എന്തിനാ നന്ദി? നീ എന്റെ ബർത്ത്ഡേക്ക് അങ്ങനത്തെ ഞാൻ കാണിച്ചത് നിന്നെ. അപ്പൊ ഒന്നും തരില്ല. ഓ ഞാൻ ഇരുന്ന് വാങ്ങൂടി. കളിയല്ലേ. അപ്പൊ പോയിട്ട് എന്തെങ്കിലും കഴിക്കട്ടെ. അവളിന് മേളില് പിള്ളേര് പൊതിഞ്ഞെന്ന് അറിയാൻ പാടില്ല. താഴത്തുനിന്ന് കുറച്ച് പിള്ളേര് നൂറത്തത് ഇവിടെ മേലുണ്ടോ പോയിക്കോട്ടെ ചോദിച്ചിട്ടുണ്ട്. ഒരു മാപ്പിട്ട് നൂറിന്റെ അടുത്തേക്ക് വരും. അപ്പൊ എന്താ അവസ്ഥ നോക്കണം. പിള്ളേരെ ഉമ്മാനെ വെല്ലുമാനെ ഒക്കെ പൊക്കിക്കൊണ്ട് പോയോ എന്താണ് പാടുന്നൊക്കെ നമുക്ക് നോക്കാം. നോ ഐഡിയ. കാണാം. കണ്ട ഒരു വട്ട പിള്ളേര്. സത്യോ. ഹൗ ഇസ് ദ റെസ്പോൺസ്? കോഴിക്കോട് ഇവിടെ കൂടുതൽ. ഇവിടെ ഞാൻ കോഴിക്കോടുള്ള സമയത്ത് വലിയ അങ്ങനെ അനക്കില്ല. പക്ഷെ ഇവിടെ എന്റെ പച്ചോനെ മക്കളൊക്കെ ഞാൻ വിചാരിച്ചു ഇവർക്ക് മാത്രമുള്ള ഫാൻസ് ഉണ്ടാവാ. ഞാൻ പിന്നെ കോഴിക്കോടാണല്ലോ മെയിനായിട്ട്. പക്ഷെ ഇത് രണ്ടാലും മാറി കുറയുന്നത്. ഫൈനലി നമ്മൾ വീട്ടുകാരുടെ അടുത്ത് എത്തിയിരിക്കുന്നു ഗൈസ്. Thank you so much. Hi. നമ്മുടെ ഫുഡ് വന്നു ഗൈസ്. ദിസ് ഈസ് ദ വ്യൂ ഓഫ് ദി ഡേ. നല്ല തട്ടാണ് നമ്മളെല്ലാരും. ഫിഷ് വന്നിട്ടുണ്ട്. നമ്മളുടെ കുണുവാവയുണ്ട്. ഹായ് പറഞ്ഞേ. പിന്നെ വേറെ കുട്ടി, അവള് നല്ല തീറ്റയാണ്. ഉള്ളതൊക്കെ വേണോന്ന് പറഞ്ഞിരിക്കുക. നാളെ അവർക്ക് ഇനാഗുറേഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ്. എന്നത് നമ്മുടെ ചേച്ചിയുണ്ട്, രഞ്ജിത്തേട്ടനുണ്ട്, പിള്ളേരുണ്ട്. ഞങ്ങള് കഴിക്കട്ടെ. ഇതൊക്കെയാ സാധനം. ഓഹോ
ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ബൈ. ഓടി. അപ്പൊ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ. ഇവള് ശരിക്കും എന്റെ ഫാനാണ്, നൂറിന്റെ ഫാൻ അല്ല അല്ലേ? അതെന്താ റീസൺ കൂടി പറഞ്ഞാള്. റീസൺ എന്താ? നീ പറ, റീസൺ പറ. അപ്പൊ 2 കുരുത്തം കിട്ട പീപ്പിൾ സൈനിങ് ഓഫ്. ഈ വ്ളോഗ് ഇവിടെ തീർന്നിരിക്കുന്നു ഗൈസ്. അടുത്ത വ്ളോഗിനായിട്ട് എന്ത് ചെയ്യണം? ഇതിൽ പറ.